Determination of height of telescopic aldehyde. Plane table ഉപയോഗിച്ച് plane table telescopic aldehyde ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെയൊക്കെ ഉയരം കണ്ടെത്താം എന്നുള്ളതാണ് അടുത്ത പോർഷൻ. Determination of height by telescopic aldehyde. The plane table is set up at the end, convenient station point in front of the target height to find. അപ്പോൾ നമുക്ക് ഏത് ഒബ്ജക്റ്റിനെയാണോ കാണേണ്ടത്, ഏത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണോ കാണേണ്ടത്, ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ടേബിൾ സെറ്റ് ഔട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ, നമുക്കൊരു ബിൽഡിംഗ് അപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ഉയരമാണ് കാണേണ്ടത്. അപ്പോൾ അനുയോജ്യമായ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുക, ഏതാണോ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ ടേബിൾ സെറ്റ് ചെയ്യുക. സെലക്ട് എ പോയിന്റ് പി സച്ച് ദാറ്റ് ദ ടാർഗറ്റ് ഹൈറ്റ്, സേ എ ബിൽഡിംഗ് ഇലക്ട്രിക്കൽ ഗ്രിഡ് പോസ്റ്റ് ക്യാൻ ബി വിസിബിൾ ക്ലിയർലി. നമുക്കിപ്പോൾ എന്താണ്, ഏതാണ് പോയിന്റ്, ആ പോയിന്റിൽ ഒരു ഏത് പോയിന്റ് ആണ്, അതായത് ഒരു ബിൽഡിംഗ് ആവാം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് ആവാം, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. ആ പോയിന്റിന്റെ ഏറ്റവും മേലത്തെ ഭാഗം എന്തായിട്ട് എടുക്കുക, ഹൈറ്റ് കാണേണ്ട ഭാഗത്തെ പി ആയിട്ട് എടുക്കുക. സെലക്ട് എ പോയിന്റ് പി സച്ച് ദാറ്റ് ദ ടാർഗറ്റ് ഹൈറ്റ്, പി എന്ന് പറയുന്ന പോയിന്റിനെയാണ്, പി എന്ന് പറയുന്ന പോയിന്റിന് വരെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. അതിനുശേഷം set up and level the plane table over the station point and clamp it. എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ടേബിൾ എന്ത് ചെയ്യുക, ലെവൽ ചെയ്ത് സ്റ്റേഷൻ പോയിന്റ്, അതായത് ഇപ്പോൾ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേഷൻ പോയിന്റ് സെലക്ട് ചെയ്തിരിക്കും, അതിന് നേരെ മേളിലായിട്ട് ഷീറ്റിൽ എന്ത് ചെയ്യുക, കറക്റ്റ് സ്റ്റേഷൻ പോയിന്റ് കണ്ടെത്തുക. ക്ലാമ്പ് ചെയ്യുക. സെലക്ട് എ പോയിന്റ് ഓൺ ദ ഡ്രോയിങ് ഷീറ്റ് പി ബൈ ട്രാൻസ്ഫറിങ് ദ ഗ്രൗണ്ട് സ്റ്റേഷൻ ടു ദ ഷീറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഷീറ്റിലേക്ക് ഒരു പോയിന്റ്, അതായത് ഒന്നുകിൽ ഷീറ്റിലൊരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, ഗ്രൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദ ടെലസ്കോപ്പിക് aldehyde is carefully placed on the table. നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം ടെലസ്കോപ്പിക് aldehyde എടുത്ത് വളരെ ശ്രദ്ധയോടെ ടേബിളിന്റെ പുറത്ത് വയ്ക്കുക. മേക്ക് ദ ടെലസ്കോപ്പിക് ആക്സിസ് പാരലൽ ടു ദ പ്ലെയിൻ ടേബിൾ ഓർ ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് അതിനുശേഷം പ്ലെയിൻ ടേബിൾ നമ്മുടെ ടേബിളിന്റെ പുറത്ത് വെക്കുമ്പോൾ ഷീറ്റ് ടേബിളും ടെലസ്കോപ്പിക് aldehyde എന്തോന്നായിരിക്കണം, ആ ലൈൻസുകൾ തമ്മിൽ വരയ്ക്കുമ്പോൾ ആ പോകുന്ന ലൈൻസുകൾ പരസ്പരം പാരലൽ ലൈൻസ് ആയിരിക്കണം. കീപ് ദ ടെലസ്കോപ്പിക് aldehyde ജസ്റ്റ് അഡ്ജസന്റ് ടു ദ സ്റ്റേഷൻ പോയിന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, aldehyde സ്റ്റേഷൻ പോയിന്റിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നോട്ട് ദാറ്റ് വെൻ ഹൊറിസോണ്ടൽ പൊസിഷൻ ഓഫ് ദ ടെലസ്കോപ്പ് should be coincided in the degree of in the 0 degree of graduated vertical circle of the telescopic aldehyde. എന്നിട്ട് എന്താണ്, ടെലസ്കോപ്പിക് aldehyde പഠിപ്പിച്ചപ്പോൾ അതിൽ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെലസ്കോപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത്
the horizontal position of the telescope should be coincide with in the 0 degree graduated vertical circle of the telescope. ടെലസ്കോപ്പിലെ വെർട്ടിക്കൽ സർക്കിളിൽ എന്തായിരിക്കണം? അത് നമ്മൾ ഇൻസ്ട്രുമെന്റിനെ ഹൊറിസോണ്ടലായിട്ട് ചലിക്കുമ്പോൾ അതിനകത്ത് എന്തായിരിക്കണം? 0 മാർക്കിങ്സ് കാണിച്ചിരിക്കണം. 0 ഡിഗ്രി ഓഫ് ഗ്രാജുവേറ്റഡ് വെർട്ടിക്കൽ സർക്കിൾ എന്തായിരിക്കണം? 0 ഡിഗ്രി ആയിരിക്കണം. If not, make the mirror adjustment and make the telescope horizontal and 0 degree coincide. അപ്പോൾ അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ മിററിലൂടെ നോക്കുമ്പോൾ ആ വെർട്ടിക്കൽ സർക്കിളിനകത്ത് നോക്കുമ്പോൾ എന്താണ് 0 ഡിഗ്രി അല്ല എങ്കിൽ ടെലസ്കോപ്പ് കുറച്ചുകൂടെ എന്ത് ചെയ്യുക? അത് ഹൊറിസോണ്ടൽ പൊസിഷൻ അല്ല എന്നാണ് അർത്ഥം. ഹൊറിസോണ്ടൽ പൊസിഷൻ ആക്കിയിട്ട് കറക്റ്റ് 0യിലേക്ക് കൊണ്ടുവരിക. റേഞ്ച് ദ ടാർഗറ്റ് ജസ്റ്റ് ഫുട്ട്. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ എടുത്ത ടാർഗറ്റിന്റെ ഫുട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗം, ഏറ്റവും അടിയിലായിട്ട് സെറ്റ് ചെയ്യുക. ടേക്ക് ദ ലെവലിംഗ് സ്റ്റാഫ് റീഡിംഗ്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക? ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിച്ച് റീഡിംഗ് എടുക്കുക. Then without shifting the altitude, raise the telescopic altitude. Telescope only and view the apex point. അതിനുശേഷം ഇവിടെ എന്താണ്? അതിന്റെ ഫുഡ് പോയിന്റിൽ ലെവൽ ഉപയോഗിച്ച് റീഡിംഗ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? അതേ പൊസിഷൻ ഇൻസ്ട്രുമെന്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ അവിടെ നിന്ന് ടെലസ്കോപ്പ് എന്ത് ചെയ്യുക? റൈസ് ചെയ്യുക. ഉയർത്തിയതിനു ശേഷം ടെലസ്കോപ്പിക് altitude. Then without shifting the altitude, raise the telescopic altitude only and view the apex point. ഏറ്റവും മുകളിലത്തെ പോയിന്റിനെ സെറ്റ് ചെയ്യുക. Note down the graduated vertical circle reading in degrees left it. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മൾ ഇതിനിടയിലുള്ള ആ ടെലസ്കോപ്പിൽ നിന്ന് എത്ര ഡിഗ്രി ആംഗിൾ ആണോ ഉള്ളത് എന്നുള്ളത് ആംഗിൾ, അതായത് ഈ പോയിന്റ് വരെ അപ്പെക്സ് വരെ നമുക്ക് സൈറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആ ടാർഗറ്റ് വരെ സൈറ്റ് ചെയ്തപ്പോൾ അതിനിടയിലെത്തിയ ആംഗിൾ എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. മനസ്സിലായോ? അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഹൈറ്റ് ബൈ ടെലസ്കോപ്പിക് altitude. ടെലസ്കോപ്പിക് altitude ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിന്റെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എങ്ങനെ കാണും? അത് ബിൽഡിംഗ് ആവാം, ഇലക്ട്രിക്കൽ പോസ്റ്റ് ആവാം, ഏതാണോ നാം എടുക്കുന്ന ഒബ്ജക്റ്റ് അതിന്റെ ഹൈറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ഒബ്ജക്റ്റിന് നേരെ അഭിമുഖമായിട്ട് ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് അനുയോജ്യമായ പ്ലേസ് ആയിരിക്കണം. ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ടേബിൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അവിടെ നിന്ന് പ്ലെയിൻ ടേബിൾ ഷീറ്റിലേക്ക് ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. പോയിന്റ് സെലക്ട് ചെയ്ത് അവിടെ ടെലസ്കോപ്പിക് altitude ഉപയോഗിച്ച് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏതാണോ ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിന്റെ ഫൂട്ടിലാണ് സൈറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഏറ്റവും അടിയിൽ ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഏറ്റവും കെട്ടിടത്തിൽ സൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിച്ച് റീഡിംഗ് എടുക്കുക. റീഡിംഗ് എടുത്തിട്ട് ക്ലാമ്പ് ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നു? അതേ പൊസിഷനിൽ നിന്ന് മുകളിലോട്ട് ഉയർത്തി നമുക്ക് ഏതാണോ ഒബ്ജക്റ്റ് ടാർഗറ്റ് പോയിന്റ് ആ ടാർഗറ്റ് പോയിന്റിനെ സൈറ്റ് ചെയ്യുക. ടാർഗറ്റ് പോയിന്റിനെ സൈറ്റ് ചെയ്യുമ്പോൾ ഈ ഫൂട്ടിൽ നിന്നും അതുവരെ എത്രയാണോ ആംഗിൾ എന്നുള്ളത് നമുക്ക് കിട്ടും. ചിലപ്പോൾ ഇതുവരെയുള്ള ഹൈറ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്തത്? ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിച്ച് കിട്ടിയത് അല്ലേ? ഈ ബാക്കിയുള്ള അത് എന്താണ്? ടെലസ്കോപ്പിക് altitude വെച്ച് നോക്കുമ്പോൾ ആ ടാർഗറ്റിനിടയിലുള്ള ആംഗിൾ എത്രയാണെന്നുള്ളത് വെർട്ടിക്കൽ സർക്കിളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എപ്പോഴും കിലോമീറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കാണേണ്ട ഫോർമുല h tan തീറ്റ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ടാൻ തീറ്റ എന്ന് പറയുന്നത്. h tan തീറ്റ ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അതായത് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ടു ദി ഒബ്ജക്റ്റ് ഓഫ് ദ പോയിന്റ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ തൊട്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്ന വരെയുള്ള ഡിസ്റ്റൻസ് അത് കിലോമീറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എടുക്കേണ്ട ഒബ്ജക്റ്റ്? അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. മനസ്സിലായല്ലോ? തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് എലിവേഷൻ, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ്. അടുത്ത ചാപ്റ്ററിൽ അപ്പോൾ പ്ലെയിൻ ടേബിളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം.
അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. തിയോഡലൈറ്റ് സർവേ. പ്ലെയിൻ ടേബിൾ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടേബിളിന്റെ പ്രത്യേകത ഫീൽഡ് വർക്കും പ്ലോട്ടിങ്ങും ഒരുമിച്ച് ചെയ്യാനുള്ള സർവേയാണ് പ്ലെയിൻ ടേബിൾ എന്ന് പറയുന്നത്. അതിൽ ഇൻസ്ട്രുമെന്റ്സ് വളരെ 2-3 ഇൻസ്ട്രുമെന്റ്സുകൾ സാധാരണ പരീക്ഷയ്ക്ക് 1 വേർഡ് ചോദിച്ചിട്ടുള്ളതാണ്. അൾഡൈഡ്, പിന്നെ വരുന്നത് അൾഡൈഡിന്റെ ലെങ്ത്, റഫ് കോമ്പസ് എന്തിനു ഉപയോഗിക്കുന്നു, സ്പിരിറ്റ് ലെവൽ എന്തിനു ഉപയോഗിക്കുന്നു, സെന്ററിങ്ങിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏത്, ഇതിന്റെ എല്ലാം 1 വേർഡ് നോക്കി വയ്ക്കുക. പിന്നെ വരുന്നതിൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, എറേഴ്സ് ഇൻ പ്ലെയിൻ ടേബിൾ, മെത്തേഡ്സിൽ ഇന്റർസെക്ഷൻ മെത്തേഡിൽ നിന്ന് ഒരു 1 വേർഡ് വന്നിട്ടുണ്ട്. അതായത് 2 ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇന്റർസെക്ഷൻ മെത്തേഡ്. അപ്പോൾ ആ ലൈൻ ജോയിനിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ഇനാക്സസിബിൾ, എത്തിച്ചേരാൻ കഴിയാത്ത പോയിന്റിൽ വെച്ച് ചെയ്യുന്ന പ്ലെയിൻ ടേബിളിലെ മെത്തേഡ് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്, ഇന്റർസെക്ഷൻ മെത്തേഡാണ്. പിന്നെ സിംഗിൾ സ്റ്റേഷനിൽ വെച്ച് ചെയ്യുന്ന പ്ലെയിൻ ടേബിളിലെ മെത്തേഡ് ഏതെന്ന് ചോദിച്ചാലും റേഡിയേഷൻ മെത്തേഡ്. അപ്പോൾ പ്ലെയിൻ ടേബിളിലെ മെത്തേഡ് ഏതൊക്കെയെന്ന് വെച്ചാൽ റേഡിയേഷൻ മെത്തേഡ്, ഇന്റർസെക്ഷൻ, ട്രാവേഴ്സിംഗ്, റിസെക്ഷൻ. റിസെക്ഷനിൽ വരുമ്പോഴത്തേക്ക് 2 പോയിന്റ് പ്രോബ്ലം, 3 പോയിന്റ് പ്രോബ്ലം. 3 പോയിന്റ് പ്രോബ്ലം തന്നെയാണ് വീണ്ടും മെക്കാനിക്കൽ ആൻഡ് ഗ്രാഫിക്കൽ, അതിൽ ബെസൽ സൊല്യൂഷൻ മെത്തേഡാണ് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളത്. ഇത്രയാണ് പ്ലെയിൻ ടേബിൾ ചാപ്റ്ററിനകത്തുള്ളത്. തിയോഡലൈറ്റ് തുടങ്ങാം. തിയോഡലൈറ്റ് സർവേ. Theodolite survey. Theodolite is a primarily used for measuring horizontal and vertical angles. Theodolite എന്തെന്ന് വെച്ചാൽ എന്താണ്, പ്രാഥമികപരമായിട്ട് എന്താണ് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഏതാ, തിയോഡലൈറ്റ്. ഒന്നുകൂടെ തിയോഡലൈറ്റ് എന്താണ്, തിയോഡലൈറ്റ് is a primarily used for measuring horizontal and vertical angles. അപ്പോൾ ഇതിലെ ബാക്കി തിയോഡലൈറ്റ് ഉപയോഗിച്ച് ബാക്കി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫർദർ അഡീഷൻസ്, പ്രൊലോങ്ങിങ് എ ലൈൻ, എസ്റ്റാബ്ലിഷിംഗ് ലൈൻ, ലെവലിംഗ്. അപ്പോൾ തിയോഡലൈറ്റ് ഉപയോഗിച്ച് വേറെ എന്തൊക്കെ നമുക്ക് കാണാമെന്ന് വെച്ചാൽ, പ്രൊലോങ്ങിങ് എ ലൈൻ, ഒരു ലൈനിന്റെ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, നീളം കൂട്ടാം. എസ്റ്റാബ്ലിഷിംഗ് ലൈൻ, ഒരു ലൈൻ നമുക്ക് സ്ഥാപിച്ചെടുക്കാം, അതായത് നിർമ്മിക്കാം. പിന്നെ ലെവൽ ചെയ്യാൻ പറ്റുന്നു, ലെവലിംഗ് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെയാണ് എന്തോന്ന്, തിയോഡലൈറ്റ്. അപ്പോൾ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ച ഇൻസ്ട്രുമെന്റിൽ നേരിട്ട് ഇതുവരെ ആംഗിൾ മെഷർ ചെയ്തിട്ടില്ല. കോമ്പസ് ഒക്കെ ആണെങ്കിലും, കോമ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ബിയറിംഗ് എടുത്തിട്ട് അതിൽ നിന്ന് ആ ബിയറിംഗിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആംഗിൾ കണ്ടെത്തുന്നത്. പക്ഷെ തിയോഡലൈറ്റ് അങ്ങനെയല്ല, ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും നേരിട്ട് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്, തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. It is sometimes referred to as universal instrument. Theodolite is a very useful instrument for engineers. അപ്പോൾ ഇതെന്താണ്, തിയോഡലൈറ്റിനെ നമുക്ക് ഒരു യൂണിവേഴ്സൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയാം. മൊത്തത്തിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത്, തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. തിയോഡലൈറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻസ്ട്രുമെന്റ് ഫോർ എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയർമാർക്ക് എന്താണ് തിയോഡലൈറ്റ് വളരെയധികം ഉപയോഗമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Theodolite may be classified into transit or engineer's theodolite, non-transit theodolite. അപ്പോൾ തിയോഡലൈറ്റിനെ 2 തരത്തിലാണ് എന്തെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, 2 നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. തിയോഡലൈറ്റ് 2 എണ്ണമാണ്, ട്രാൻസിറ്റ് ആൻഡ് നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. A theodolite is said to be transit one when its telescope can be revolved through
180 degree in a vertical plane about its horizontal axis, thus turning the telescope exactly opposite direction. അതായത് ഒരു തിയോഡലൈറ്റിനെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ ടെലിസ്കോപ്പിനെ നമുക്ക് എന്ത് ചെയ്യണം? 180 ഡിഗ്രിയിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ ചലിപ്പിക്കാൻ, ഹൊറിസോണ്ടൽ ആക്സിസിൽ വെച്ച് തന്നെ എന്താണ് ടെലിസ്കോപ്പിനെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇരിക്കുന്നതിന് വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രിയിൽ ടേൺ ചെയ്യാൻ പറ്റണം ഹൊറിസോണ്ടൽ ആക്സിസിലൂടെ. thus turning the telescope in exactly opposite direction. അതായത് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ടെലിസ്കോപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഐപീസ്, ഇവിടെ ഒബ്ജക്റ്റ് ഗ്ലാസ്. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇരിക്കുന്നതിനെ 180 ഡിഗ്രിയിൽ ടേൺ ചെയ്ത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഗ്ലാസിനെ ഒബ്ജക്റ്റ് വേണ്ടി മുപ്പത്തോട്ട് ടേൺ ചെയ്യാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് എന്ന് പറയുന്നത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ടെലസ്കോപ്പിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അത് ഇരിക്കുന്ന ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യാം, മറ്റു ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. അപ്പോൾ ഒന്നുകൂടെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ a theodolite is said to be transit one when it is telescope can be revolved through 180 degree in a vertical plane about its horizontal axis. അതായത് ടെലിസ്കോപ്പിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നിന്ന് അതിന് എന്താണ് 180 ഡിഗ്രി ടേൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് കറക്റ്റ് പറഞ്ഞാൽ ടെലിസ്കോപ്പ് ഇരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാറ്റാൻ പറ്റുന്നു. ഓൾ മോഡേൺ ആർ ട്രാൻസിറ്റ് ടൈപ്പ്. എല്ലാ മോഡേൺ എന്താണ് തിയോഡലൈറ്റിലും ട്രാൻസിറ്റ് ടൈപ്പാണ് വരുന്നത്. ഇനി നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 180 ഡിഗ്രി ടേൺ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു ആ ടെലിസ്കോപ്പ് ഫിക്സഡ് ആയിട്ടുള്ള റിജിഡ് പോയിന്റിലായിരിക്കും ഇരിക്കുന്നത്. അതിനെ 180 ഡിഗ്രിയിൽ ടേൺ ചെയ്യാൻ പറ്റാത്ത എല്ലാ ഇൻസ്ട്രുമെന്റിനെയും നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. അത് സാധാരണ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആർ ഒബ്സൊലേറ്റ് നൗഎഡേയ്സ്. ഡിജിറ്റൽ തിയോഡലൈറ്റ് വിത്ത് ഹയർ പ്രിസിഷൻ ആർ അവൈലബിൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡിജിറ്റൽ തിയോഡലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഡെസിഗ്നേഷൻ ഓഫ് എ തിയോഡലൈറ്റ്. തിയോഡലൈറ്റിന്റെ സൈസ് ഒക്കെ എങ്ങനെ മനസ്സിലാക്കാം? ഡെസിഗ്നേഷൻ ഓഫ് തിയോഡലൈറ്റ്. ഒരു തിയോഡലൈറ്റ് ഇപ്പോൾ എത്ര സൈസാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തിയോഡലൈറ്റിന്റെ ലോവർ പ്ലേറ്റ് അല്ലെ എത്രയാണോ ലോവർ പ്ലേറ്റിന്റെ ഡയമീറ്ററിന്റെ ലെങ്ത് ആണ് എന്ന് പറയുന്നത് ഒരു തിയോഡലൈറ്റിന്റെ സൈസ് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ ഒരു തിയോഡലൈറ്റിന്റെ ലോവർ പ്ലേറ്റിന്റെ ലെങ്ത് 25 സെന്റിമീറ്റർ ആണ് എങ്കിൽ അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ആ തിയോഡലൈറ്റിന്റെ സൈസ് എത്രയായിരിക്കും? 25 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ തിയോഡലൈറ്റ് രണ്ട് വിധത്തിലാണ് ഉള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്താണെന്നുള്ളത് എക്സാമിന് കണ്ടോട് വരും. 180 ഡിഗ്രിയിൽ അതിനെ ഹൊറിസോണ്ടൽ ആക്സിസിൽ വെച്ച് തന്നെ 180 ഡിഗ്രി ടേൺ ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത് ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ടെലിസ്കോപ്പിൽ മാറ്റാൻ പറ്റുന്ന തിയോഡലൈറ്റിനെയാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. അടുത്ത നോൺ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയിൽ ടേൺ ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രുമെന്റ്. അതിനിപ്പോൾ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എവറസ്റ്റ്, അങ്ങനെയുള്ള തിയോഡലൈറ്റ് ഒക്കെയാണ്. അതൊന്നും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ എല്ലാ മോഡേൺ തിയോഡലൈറ്റും എന്നൊന്നാണ് ട്രാൻസിറ്റ് ടൈപ്പാണ്. ഇപ്പോൾ സാധാരണ ഹൈ പ്രിസിഷൻ വർക്കുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന തിയോഡലൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡിജിറ്റൽ തിയോഡലൈറ്റ്. ഇപ്പോൾ അതായത് ട്രാൻസിറ്റ് തിയോഡലൈറ്റിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്നതാണ് ഏത്? ഹൈലി പ്രിസിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിജിറ്റൽ തിയോഡലൈറ്റ്. Parts of a theodolite. Main parts of a Vernier theodolite. Vernier theodolite എന്നും മൈക്രോമീറ്റർ തിയോഡലൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതായത് ലെവലിംഗ് വെറ്റില്
വെർനിയർ ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളെങ്കിൽ വെർനിയർ തിയോഡലൈറ്റ്, മൈക്രോമീറ്റർ ആണെങ്കിൽ മൈക്രോമീറ്റർ തിയോഡലൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അതായത് ഏതാണോ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാർട്സ് ഓഫ് എ വെർനിയർ തിയോഡലൈറ്റ് ആണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോർഷൻ ലെവലിംഗ് ഹെഡ്, മെയിൻ പാർട്ടാണ് ലെവലിംഗ് ഹെഡ്. ലെവലിംഗ് ഹെഡ് തിയോഡലൈറ്റിന്റെ ഇത്രയും പോർഷൻസിനെയാണ്, ഇത്രയും ചേർന്നിട്ടുള്ള പോർഷൻസിനെയാണ് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. Leveling head is used to level the instrument horizontal. It consists of two plates. So leveling head എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻസ്ട്രുമെന്റ്, അതായത് ലെവലിംഗ് ഹെഡ് ഇൻസ്ട്രുമെന്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഹൊറിസോണ്ടൽ ആയിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിലെ രണ്ട് പാർട്സ് ആണ്, രണ്ട് പ്ലേറ്റ്സ് ആണ് ഉള്ളത്. അപ്പർ പ്ലേറ്റും ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ ട്രിവറ്റ് എന്ന് പറയുന്നു. അപ്പർ പ്ലേറ്റ് ഇതിനെയാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇത് ലോവർ പ്ലേറ്റ്. ദ അപ്പർ പ്ലേറ്റ് ക്യാരീസ് 3 ലെവലിംഗ്. ഇതാണല്ലോ അപ്പർ പ്ലേറ്റിൽ 3 ഫെഡ് സ്ക്രൂസുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ഭാഗത്തെയാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പർ പ്ലേറ്റിനകത്ത് 3 ലെവലിംഗ് സ്ക്രൂസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ദ ലോവർ പ്ലേറ്റ് ഈസ് ആൾസോ എ ഫുഡ് പ്ലേറ്റ്, ഈസ് പ്രൊവൈഡഡ് വിത്ത് എ ലാർജ് സെൻട്രൽ ഹോൾ വിത്ത് എ ത്രെഡ് ഫോർ ഫിറ്റ്സ് ഇൻ ടു ദ ടോപ്പ് ഓഫ് ദ ട്രിപ്പോഡ്. അപ്പോൾ ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സർക്കുലർ ഹോളാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ട്രിപ്പോഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് ലോവർ പ്ലേറ്റിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അപ്പർ പ്ലേറ്റിനകത്ത് എന്താണ്, 3 ലെവലിംഗ് ഫുഡ് സ്ക്രൂസ്. ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലാർജ് സെൻട്രൽ ഹോളാണ്. അത് ട്രിപ്പോഡിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോർഷൻ ആണ്. A plumb bob can be suspended from a hook at the lower end of the inner spindle for the centering purpose. ഈ സെന്ററിലൂടെ ആയിരിക്കണം നമുക്ക് പ്ലം ബോബ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോള്. ഈ പ്ലം ബോബ് ഉപയോഗിക്കുന്നത് ഇവിടെ അപ്പർ പ്ലേറ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പിൻഡിലിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇവിടെ ഈ സ്പിൻഡിൽ വഴിയിട്ടാണ് പ്ലം ബോബ് തൂക്കിയിടുന്നത്. ഇനി ഷിഫ്റ്റി ഹെഡ്. This device help in exactly centering the instrument over the station. Very important ആയിട്ടുള്ള one word question ആണ്. ഇൻസ്ട്രുമെന്റ് തിയോഡലൈറ്റിൽ എക്സാക്ട് സെന്ററിങ്ങിന് ഉപയോഗിക്കുന്ന തിയോഡലൈറ്റിന്റെ പോർഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ഷിഫ്റ്റിംഗ് ഹെഡ്. ഷിഫ്റ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് തിയോഡലൈറ്റിലെ എക്സാക്ട് സെന്ററിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഷിഫ്റ്റിംഗ് ഹെഡ് എന്ന് പറയുന്ന ഡിവൈസ്. ഷിഫ്റ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ് ഷിഫ്റ്റിംഗ് ഹെഡ്. ഇതാണ് ഷിഫ്റ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത്. When it is unlocked, the instrument can be moved slightly and independently of the leveling head. നമുക്ക് ജസ്റ്റ് അതിനെ ചലിപ്പിക്കാൻ പറ്റും. ലെവലിംഗ് ഹെഡിൽ ജസ്റ്റ് അതിനെ എന്ത് ചെയ്യുക, മൂവ് ചെയ്യിപ്പിക്കാൻ. ലെവലിംഗ് ഹെഡിൽ നിന്ന് സെൻറ്റർ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഒരല്പം എന്തെങ്കിലും മാറിയിട്ടുണ്ട് എങ്കിൽ ഈ ഷിഫ്റ്റിംഗ് ഹെഡ് ലൂസ് ചെയ്ത് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻസ്ട്രുമെൻറ്റിനെ ലെവലാക്കി ചലിപ്പിച്ച് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഗ്രൗണ്ടിലെ പോയിന്റിലേക്ക് സെൻറ്റർ ചെയ്യാൻ പറ്റുന്നു. ഇനി നമ്മൾ സാധാരണ എന്താണ് പ്ലം ബോബ് ഉപയോഗിച്ച് ഒരു കറക്റ്റായിട്ട് സെൻറ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് എക്സാക്ട് സെൻറ്ററിങ് ഏത് ഉപയോഗിച്ച് ചെയ്യാം, ഈ ഷിഫ്റ്റിംഗ് ഹെഡ്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് പോർഷൻ തിയോഡലൈറ്റിൻ്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ലെവലിംഗ് ഹെഡാണ്. ലെവലിംഗ് ഹെഡ് യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ഹൊറിസോണ്ടൽ ആക്കാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ 2 പ്ലേറ്റ്സ് ആണുള്ളത്, ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും. ലെവലിംഗ് ഹെഡിൽ 2 പ്ലേറ്റ്, ലോവർ പ്ലേറ്റ് ആണ് അപ്പർ പ്ലേറ്റ്.
പ്ലേറ്റ്. ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? തിയോഡലൈറ്റിലെ ട്രിപ്പോഡൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻട്രൽ ലാർജ് ഹോളാണ് ലോവർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതുമായിട്ട് 3 ഫുഡ് സ്ക്രൂസ്, ലെവലിംഗ് ഹെഡിൽ 3 ഫുഡ് സ്ക്രൂസ് ആയിട്ട് അടങ്ങിയിട്ടുള്ളതാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ലോവർ പ്ലേറ്റ് ഈസ് നോൺ ആസ് ഫുഡ് പ്ലേറ്റ് എന്നിവിടെ അറിയപ്പെടുന്നുണ്ട്. അടുത്ത ലോവർ പ്ലേറ്റിൽ ഇന്നർ സ്പിൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ആ ഇന്നർ സ്പിന്നിനകത്തൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലംബ് ബോബ് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഷിഫ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് തിയോഡലൈറ്റിലെ എക്സാക്ട് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോർഷനാണ് ഏതെന്ന് പറയുന്നത്? തിയോഡലൈറ്റിലെ ഭാഗമാണ് ഷിഫ്റ്റ് ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത പോർഷൻ ലോവർ പ്ലേറ്റ് ആൻഡ് അപ്പർ പ്ലേറ്റ്. ഇറ്റ് ക്യാരീസ് എ സർക്കുലർ സ്കെയിൽ വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ് ടു 0 degree to 360 degree. It is attached to the outer spindle. അപ്പോൾ ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ സ്കെയിലാണ്. ഇതിൽ ഏകദേശം 0 degree to ലോവർ പ്ലേറ്റിൽ ലോവർ പ്ലേറ്റിൽ 0 degree to 360 degree ഗ്രാജുവേറ്റഡ് സർക്കിൾ ആണ് അറ്റാച്ച്ഡ് ടു ദ ഔട്ടർ സ്പിന്നൽ. അപ്പോൾ ഇതിന്റെ ഔട്ടർ സ്പിന്നൽ എന്ന് പറയുന്നത്, ഈ ഔട്ടർ സ്പിന്നൽ എന്ത് ചെയ്യുന്നു? ഈ ലോവർ പ്ലേറ്റിൽ എത്ര വരെ മാർക്കിങ്സ് ഗ്രാജുവേഷൻസ് ഉണ്ട്? 0 degree മുതൽ 360 degree വരെ. അപ്പർ പ്ലേറ്റ് ഈസ് ആൾസോ കാൾഡ് വെർനിയർ പ്ലേറ്റ്. അപ്പർ പ്ലേറ്റിനെ വിളിക്കുന്ന പേര് ഇതാണ് അപ്പർ പ്ലേറ്റ്. ഈ അപ്പർ പ്ലേറ്റിനെ വിളിക്കുന്ന പേര് വെർനിയർ പ്ലേറ്റ് എന്നറിയപ്പെടുന്നു. ഇതിനകത്ത് എന്തുണ്ട്? 2 diametrically opposite verniers A and B provided with a magnifiers are fixed to the upper plate. It is attached to the turner spindle which rotates the outer spindle. അതായത് തിയോഡലൈറ്റിന്റെ ഈ പോർഷനാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പർ പ്ലേറ്റിനകത്ത് എന്തുണ്ട്? വെർനിയർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ വെർനിയർ ഓപ്പോസിറ്റ് ഡയമെട്രിക് ആയിട്ട് എ ബി എന്ന് പറയുന്ന 2 വെർനിയേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിയോഡലൈറ്റിനെ വെർനിയർ തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അപ്പർ പ്ലേറ്റിൽ വെർനിയർ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വെർനിയർ തിയോഡലൈറ്റും, മൈക്രോമീറ്റർ ആണ് എങ്കിൽ അത് മൈക്രോമീറ്റർ തിയോഡലൈറ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? വെർനിയർ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന 2 വെർനിയർ, ഉള്ളതുകൊണ്ട് അത് എന്തോന്നാണ്? അതിനെ അപ്പർ പ്ലേറ്റിൽ 2 വെർനിയർ. ഇനി clamp and tangent screw. The 2 clamp screws and tangent are provided on the horizontal circle and 1 clamp screw and tangent screw is provided on the vertical circle. They are called upper clamping screw and its tangent, lower clamping screw and its tangent, vertical circle clamping screw and its ടാൻജന്റ്. ക്ലാമ്പിംഗ് സ്ക്രൂസ് ആൻഡ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് സൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പർ പ്ലേറ്റിലെയും ലോവർ പ്ലേറ്റിലെയും, അതായത് വെർട്ടിക്കൽ സർക്കിളുകൾ തമ്മിൽ നമ്മൾ സൈറ്റ് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്യാനുള്ള ക്ലാമ്പിംഗ് സ്ക്രൂ, അതായത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ എന്നറിയപ്പെടുന്നു. അതിൻ്റെ ടാൻജന്റ് സ്ക്രൂ ആണിത്. ഇവിടെ ലോവർ ക്ലാമ്പിംഗ്, അപ്പോൾ ഇടതുവശത്തുള്ള ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്തിട്ട് ലോവർ ക്ലാമ്പാണ് ക്ലാമ്പ് ചെയ്യാൻ പറഞ്ഞാൽ ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ, അതിൻ്റെ ടാൻജന്റ്. അടുത്ത ഉള്ളത് വെർട്ടിക്കൽ സർക്കിൾ ആണ്. വെർട്ടിക്കൽ സർക്കിളിൽ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂവും ടാൻജന്റ് സ്ക്രൂവും ഉണ്ട്. ഇനി ലെവൽ ട്യൂബ്സ്. അടുത്ത പോർഷൻ level tubes. There are 2 level tubes, one on the horizontal upper plate and another
attached to the vertical burner. അപ്പോൾ ലെവൽ ട്യൂബ്സ് അപ്പർ പ്ലേറ്റിന്റെ മുകളിൽ ഒരെണ്ണം, ഒന്ന് എന്താണ് വെർട്ടിക്കൽ സർക്കിളിന്റെ മുകളിലായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ട്യൂബ്സിനെയാണ് എന്താന്ന് പറയുന്നത് ലെവൽ ട്യൂബ്സ് എന്ന് പറയുന്നത്. സംടൈംസ് ഇറ്റ് carries two plate levels. If two plates levels are provided, they will be right angles to each other. A level tube is also known as a bubble tube or spirit level or level. അപ്പോൾ ഈ ബബിൾ ട്യൂബ് ഒന്ന് അപ്പർ പ്ലേറ്റിന്റെ മേളിലും അടുത്തെന്നാണ് വെർട്ടിക്കൽ സർക്കിളിന്റെ മേളിലായിട്ടാണ് ഇരിക്കുന്നത്. ഈ ട്യൂബ്സ് എന്തോന്നിന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റ് ലെവൽ ആണോ എന്ന് അറിയാൻ. രണ്ട് പ്ലേറ്റ്സിൽ ചിലപ്പോൾ ഒരുമിച്ച് ഉണ്ടായിരിക്കും. പിന്നെ ദേ വിൽ ബി റൈറ്റ് ആംഗിൾസ് ടു പരസ്പരം എന്താണ് ഇവ പരസ്പരം 90 ഡിഗ്രിയിൽ ചിലപ്പോൾ പ്ലേസ് ചെയ്തിരിക്കും. ഇതിനെ സ്പിരിറ്റ് ലെവൽ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ലെവൽ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ബബിൾ ട്യൂബ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ലെവൽ ട്യൂബ് കഴിഞ്ഞു. അടുത്തതായി ടെലിസ്കോപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ടെലിസ്കോപ്പ്. Telescope. Functions of telescope is to provide the line of sight. Telescope is mounted on horizontal axis. Vertical circle is also connected with the telescope. അപ്പോൾ ടെലിസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ കഴിയുന്നത് അതാണ് ടെലിസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടെലിസ്കോപ്പ് ഈസ് മൗണ്ടഡ് ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് പ്ലേസ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലൈൻ ഓഫ് കോളിമേഷൻ. അപ്പോൾ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഇതേ പൊസിഷനിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇരിക്കുന്നു. ഇതിനകത്തൂടെ നമുക്ക് എന്താണ് ലൈൻ ഓഫ് കോളിമേഷൻ. എന്താണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്നുള്ളത് പഠിക്കാം. ഇതിലൂടെ സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന ആ സാങ്കല്പിക ലൈനാണ് ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈൻ ഓഫ് കോളിമേഷൻ വെർട്ടിക്കൽ എന്താണ് കറക്റ്റ് വെർട്ടിക്കൽ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ സർക്കിൾ ഈസ് കണക്റ്റഡ് വിത്ത് ടെലിസ്കോപ്പ്. ഇറ്റ് ഈസ് an eyepiece held to the eye when sight through the telescope, a diaphragm and an object glass or objective. അപ്പോൾ ടെലിസ്കോപ്പിന്റെ പ്രധാന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഐപീസിന്റെ ഫ്രണ്ടിലെ ഡയഫ്രം, അത് കഴിഞ്ഞ് എന്താണ് ഒബ്ജക്റ്റ് ഗ്ലാസ്. അപ്പോൾ ഐപീസ്, ഡയഫ്രം, ഒബ്ജക്റ്റ് ഗ്ലാസ്, ഇതാണ് ടെലിസ്കോപ്പിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. ടെലിസ്കോപ്പ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ലൈൻ ഓഫ് സൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ടെലിസ്കോപ്പ്. The vertical circle is connected to telescope and it's a move with the telescope when telescope is rotated in a vertical plane. For telescope ഈ പോർഷൻ ഈ സർക്കിൾ ആണ് എന്നാണ് വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ സർക്കിളും ടെലിസ്കോപ്പും എന്താണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അവ when telescope is rotated in vertical plane, the ടെലിസ്കോപ്പ് ആൻഡ് ഇറ്റ് മൂവ്സ് അതായത് ടെലിസ്കോപ്പ് ചലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ വെർട്ടിക്കൽ സർക്കിൾ ചലിക്കുന്നു. ദ ഫോളോയിങ് ഗ്രാജുവേഷൻസ് ആർ ഇൻ കോമൺ യൂസ്. അപ്പോൾ വെർട്ടിക്കൽ സർക്കിളിലും ഗ്രാജുവേഷൻസ് ഉണ്ട്. ദ വെർട്ടിക്കൽ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ക്വാഡ്രന്റ്സ്. വെർട്ടിക്കൽ സർക്കിളിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ക്വാഡ്രന്റിലും അടങ്ങിയിരിക്കുന്ന ഗ്രാജുവേഷൻസ് എന്ന് പറഞ്ഞാൽ 0 to 90 ഡിഗ്രി വാല്യൂ ആണ്. അപ്പോൾ വെർട്ടിക്കൽ സർക്കിളിൽ ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാജുവേഷൻ എങ്ങനെയാണ് 0 to 90 ഡിഗ്രി ഇൻ ബോത്ത് ഡയറക്ഷൻ. ദ 0 ലൈൻ ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ വെർട്ടിക്കൽ സർക്കിളിൽ ഈ 0 ലൈൻ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. വെർട്ടിക്കൽ സർക്കിള് 4 ക്വാഡ്രന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ക്വാഡ്രന്റിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ടു 90 ഡിഗ്രി ആണ്. അതിൽ വെർട്ടിക്കൽ സർക്കിളിലെ 0 ലൈൻസ് ഒരേ ലൈനിൽ വരികയാണെങ്കിൽ അത് എന്താണ് ഹൊറിസോണ്ടൽ പൊസിഷൻ ആണ്. The vertical circle is divided into 4 quadrants from 0 to 90 degree in both direction. 0 degree lines in a vertical line. The vertical circle 0 degree മനസ്സിലായോ? ഇത്
ടു 90 ഡിഗ്രി. ഈ 0 0 വരുന്നതാണ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ. ഇൻഡെക്സ് ഫ്രെയിം ഓർ ടി ഫ്രെയിം ഓർ വെർനിയർ ഫ്രെയിം. അപ്പോൾ അടുത്ത പോർഷനാണ് തിയോളൈറ്റിന്റെ അടുത്ത പോർഷൻ ഇൻഡെക്സ് ഫ്രെയിം. Index frame or T frame. It resembles the English letter T is centered on the horizontal axis of the instrument. ഇൻസ്ട്രുമെന്റിന്റെ ഹൊറിസോണ്ടൽ ആക്സിൽ ഏകദേശം ഇന്നതാണ് ടി ഷേപ്പ്. ഇംഗ്ലീഷ് ലെറ്ററിലെ ടി ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതിനെയാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ ആം ആൻഡ് എ ഹൊറിസോണ്ടൽ ആം. ദ വെർട്ടിക്കൽ ആം ഈസ് കാൾഡ് എ ക്ലിപ്പിംഗ് ആൻഡ് ഹൊറിസോണ്ടൽ ആം ഈസ് കാൾഡ് ഇൻഡെക്സ് ആം. അപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ ടി പോലെയാണ് ഇരിക്കുന്നത്. അത് രണ്ടാമുണ്ട്, ഹൊറിസോണ്ടൽ ആമും എന്നാണ് ഇൻഡെക്സ് ആമും. The clipping arm is provided with a form of two clipping screws. It is lower extremity. It is at the top of the frame is attached to the bubble tube called the altitude bubble. ഈ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. ആൾട്ടിറ്റ്യൂഡ് ബബിളിൽ എന്ത് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഫോമിൽ ഇതാ കണ്ടല്ലോ, ഈ ഫ്രെയിമിന് മുകളിൽ എന്താണ് ടി ഫ്രെയിമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. At the two end of the index arm, verniers C and D are fitted. അപ്പോൾ ഈ ഇൻഡെക്സ് ആമിനകത്ത് ഇതിനെയാണ് എന്താന്ന് പറയുന്നത്, ഈ ആൾട്ടിറ്റ്യൂഡ് ബബിളിന് താഴെയായിട്ട് വരുന്നത് അതുകൊണ്ടല്ലോ, ഈ പോർഷനാണ് ഇൻഡെക്സ് ആം എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സ് ആമിൽ സിയും ഡിയും വെർനിയർ. ഇതെന്തോന്നാണ് പറയുന്നത്, ഇതാണ്ടോ, ഇതിനെയാണ് ടി മോഡിൽ ഇരിക്കുന്നത്. ഇംഗ്ലീഷ് ലെറ്ററിൽ ഏകദേശം ടി ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഇൻഡെക്സ് ആമ ടി സെൻറ്റേഡ് ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റിന്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ടി ഷേപ്പിൽ ഇരിപ്പുണ്ട്. അടുത്ത മറ്റൊന്ന് പറഞ്ഞത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ വെർട്ടിക്കൽ ആം ആൻഡ് എ ഹൊറിസോണ്ടൽ ആം. ഇത് ഹൊറിസോണ്ടൽ ആമും ഇത് വെർട്ടിക്കൽ ആമാണ്. ദ വെർട്ടിക്കൽ ആം ഈസ് കാൾഡ് ക്ലിപ്പിംഗ് ആൻഡ് ഹൊറിസോണ്ടൽ ആം കാൾഡ് ഇൻഡെക്സ് ആം. അതിനെ പല പേരിലും അറിയപ്പെടുന്നു. ആ വെർട്ടിക്കൽ ആമിനെയാണ് നമ്മൾ എന്തോന്ന് പറഞ്ഞത് ക്ലിപ്പിംഗ് ആം അല്ലെങ്കിൽ ഇൻഡെക്സ് ആം എന്ന് പറയുന്നത്. ക്ലിപ്പിംഗ് ആം ഈസ് പ്രൊവൈഡഡ് വിത്ത് ദ ഫോം ഓഫ് ടു clipping screws provided to the lower extremity. The top of a frame is attached to the bubble tube called the altitude bubble. Altitude bubble എന്ന് പറഞ്ഞാൽ ഈ ബബിളിനെയാണ്, ഈ ക്രോസ് ബബിളിനെയാണ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെയ്തിട്ടുള്ളതിനെയാണ് എന്തോന്ന് പറയുന്നത് ഇൻഡെക്സ് ആം എന്ന് പറയുന്നത്. അതിലാണ് രണ്ട് ആ വെർനിയേഴ്സ് സിയും ഡിയും എന്ന് പറയുന്ന ഇൻഡെക്സ് ആമിനകത്ത് വെർനിയേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സിയും ഡിയും ഇതിനകത്ത് എയും ബിയും. ഇനി ദ സ്റ്റാൻഡേർഡ്സ്, അടുത്ത ഷേപ്പാണ്, അടുത്ത പാർട്സ് ആണ് എന്ന് പറയുന്നത് ദ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് ഓർ എ ഫ്രെയിം. Standards or A frame. Two standards resembling English letter A are fixed on the upper plate. These frames support the telescope. They are known as standards or A frame. അപ്പോൾ രണ്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണല്ലോ, ഇതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Two standards resembling English letter A are fixed on the upper plate. അപ്പർ പ്ലേറ്റിന്റെ മേളിലായിട്ട് എ ഇംഗ്ലീഷ് ലെറ്ററിലെ എ ഷേപ്പിൽ രണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് സ്റ്റാൻഡേർഡ്സ്, അതാണ് അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ. ദീസ് ആർ ഫ്രെയിം സപ്പോർട്ട് ടു ദ ടെലസ്കോപ്പ്. ഈ ഫ്രെയിം എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു, ടെലസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നു. ദേ ആർ നോൺ ആസ് ദ സ്റ്റാൻഡേർഡ്സ് ഓർ എ ഫ്രെയിം. ടെലസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫ്രെയിമിനെയാണ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എ ഫ്രെയിം എന്ന് പറയുന്നത്. ദ ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ് സപ്പോർട്ടഡ് ഓൺ ദീസ് എ ഫ്രെയിംസ്. ദ ടി ഫ്രെയിം ആൻഡ് വെർട്ടിക്കൽ സർക്കിൾ ക്ലാമ്പ് ആർ അറ്റാച്ച്ഡ് ടു ദിസ് ഫ്രെയിം. അപ്പോൾ വെർട്ടിക്കൽ സർക്കിളും പിന്നെ എന്താണ് ടി ഫ്രെയിമും കൂടെ ഇതിൽ എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണല്ലോ ഇവിടെ ഒരു സൈഡിൽ, ഇതാ ഇവിടെ ഉണ്ട്. ഇതിനെയാണ് സ്റ്റാൻഡേർഡ്സ്
ലെഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഏതൊക്കെ പാർട്സുകളാണ് പഠിച്ചത്? ലെവലിംഗ് ഹെഡിൽ വരുന്ന കഴിഞ്ഞിട്ട് ഷിഫ്റ്റിംഗ് ഹെഡ്, അപ്പർ പ്ലേറ്റ്, ലോവർ പ്ലേറ്റ്, പിന്നെ വരുന്നത് ലെവൽ ട്യൂബ്, ടെലിസ്കോപ്പ്, വെർട്ടിക്കൽ സർക്കിൾ, ഇൻഡെക്സ് പ്രൈം, സ്റ്റാൻഡേർഡ്സ്. ഇത്രയും പാർട്സുകൾ ഏകദേശം പഠിച്ചു. ഏകദേശം അല്ല, അത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ട്രിപ്പോഡ്. ട്രിപ്പോഡ് എന്ന് പറഞ്ഞാൽ തിയോലൈറ്റ് യൂസ്ഡ് ബൈ മൗണ്ടിങ് ഓൺ എ ട്രിപ്പോഡ്. തിയോലൈറ്റ് എപ്പോഴും വെക്കുന്നത് ഒരു സ്റ്റാൻഡ്, ട്യൂബ് വെക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡിനെയാണ് എന്ന് പറയുന്നത് ട്രിപ്പോഡ് അല്ലെങ്കിൽ മുക്കാലി എന്നാണ് പറയുന്നത്. അടുത്ത പാർട്സ് ട്രിപ്പോഡ്. Tripod, theolite is used mounting on a tripod when being used in the field. It consists of 3 legs which are provided with pointed steel shoes to good grip on the ground. അപ്പോൾ മുക്കാലി എന്ന് പറഞ്ഞാൽ 3 കാലുകൾ, ഏകദേശം ഇതുപോലെ ഇരിക്കാം. ഇതേ രീതിയിലാണ് ട്രിപ്പോഡ് ഇരിക്കുന്നത്. ഇതിൽ ഗ്രൗണ്ടിൽ ഫോം ചെയ്ത് വെക്കുന്ന ഇത് ഒരു സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ട്രിപ്പോഡ് എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ നല്ല ഗ്രിപ്പ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ഷൂസ് ആണ് അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ എൻഡ് പോർഷനിൽ. എക്സ്റ്റേണൽ സ്ക്രൂസ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രിപ്പോഡ് ടു ഫെസിലിറ്റേറ്റ് സ്ക്രൂയിങ് ഓഫ് ദ തിയോലൈറ്റ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, തിയോലൈറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതാത് ഹൈറ്റിനനുസരിച്ച് അതിൽ സ്ക്രൂസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രൂസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, തിയോലൈറ്റ് വെക്കുമ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്ത് ഉറപ്പിച്ച് ആ ഗ്രിപ്പിൽ എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ കഴിയുന്നു. ഇനി അടുത്ത പ്ലംബോബ്. അടുത്ത് വരുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്തോന്ന്, പ്ലംബോബ്. തിയോലൈറ്റിന്റെ അടുത്ത പോർഷനാണ്, അടുത്ത പാർട്ടാണ് പ്ലംബോബ്. Plumbob, a hook is provided on the lower end of the inner spindle from which a plumbob can be suspended. It facilitates exact centering of a theolite over a station. അതായത് പ്ലംബോബ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ തിയോലൈറ്റ് കറക്റ്റ് സെന്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് പ്ലംബോബ് എന്ന് പറയുന്നത്. പ്ലംബോബ് എപ്പോഴും ലോവർ പ്ലേറ്റിലെ ഇന്നർ സ്പിൻഡിലിനകത്ത് എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു.